ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് BJP 3 സീറ്റിൽ വിജയം നേടുമെന്നാണ് സർവേ ഫലം. തിരുവനന്തപുരം, പത്തനംതിട്ട, തൃശൂർ മണ്ഡലങ്ങളിലാണ് സ്വകാര്യ ചാനൽ നടത്തിയ സർവേയിൽ സാധ്യത പ്രഖ്യാപിക്കുന്നത് BJPക്ക്. തിരുവനന്തപുരത്തെ കുമ്മനം രാജശേഖരന് വ്യക്തമായ സ്ഥാനം ഉറപ്പിക്കാൻ സർവേ പ്രവചിക്കുന്നുണ്ട്. പത്തനംതിട്ടയിൽ 1% മാത്രം വ്യത്യാസമാണ് സുരേന്ദ്രൻ സിറ്റിംഗ് MP ആന്റോ ആന്റണിയുമായുള്ളത്. തൃശൂരിൽ ഏറെ വൈകി വന്നിട്ടും വലിയ മുന്നേറ്റം സുരേഷ് ഗോപി ഉണ്ടാക്കുന്നതായും സർവേ റിപ്പോർട്ടുകൾ പറയുന്നു. BJP കേന്ദ്രങ്ങളെ പോലും അത്ഭുതപ്പെടുത്തുകയും ഇടത് വലതു മുന്നണികളെ ഞെട്ടിപ്പിക്കുകയും ചെയ്യുന്ന സർവേ റിപ്പോർട്ടാണ് പുറത്തു വന്നത്. ഇടതുപക്ഷത്തിന്മേൽ വ്യക്തമായ ആധിപത്യം ഉറപ്പിച്ച് 13-14 സീറ്റ് വരെ UDF നേടുമെന്നാണ് സർവേ റിപ്പോർട്ടുകൾ പ്രവചിക്കുന്നത്. വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്ക് മികച്ച ഭൂരിപക്ഷം ലഭിക്കുമെന്ന് സർവേ പറയുന്നു. രാഹുൽ ജയിക്കുമെന്ന് 49% പേരാണ് അഭിപ്രായപ്പെടുന്നത്. ഇടത് സ്ഥാനാർത്ഥി സുനീറിന് 39% പേരാണ് വിജയം പ്രവചിക്കുന്നത്. തുഷാറിന് വെറും 16% പേരുടെ പിന്തുണയാണ് ലഭിച്ചിട്ടുള്ളത്. അതേസമയം വടകര സീറ്റിൽ UDFന് കൂറ്റൻ ലീഡ് ഉണ്ടാകുമെന്ന് സർവേ പ്രവചിക്കുന്നു. 45% പേർ കെ മുരളീധരൻ ജയിക്കുമെന്ന് അഭിപ്രായപ്പെടുന്നുണ്ട്. CPMന്റെ P ജയരാജനെ 39% പേരാണ് ഇതുവരെ പിന്തുണച്ചിട്ടുള്ളത്. കോഴിക്കോട് MK രാഘവൻ തന്നെ 3ാം തവണയും വിജയിക്കുമെന്ന് 44% പേർ അഭിപ്രായപ്പെട്ടു. LDFന്റെ A പ്രദീപ് കുമാറിനെ 36% പേരാണ് പിന്തുണയ്ക്കുന്നത്. കണ്ണൂർ സീറ്റിൽ UDFന്റെ K സുധാകരൻ ജയിക്കുമെന്ന് 39% പേർ അഭിപ്രായപ്പെടുമ്പോൾ PK ശ്രീമതിക്ക് 38% പേരാണ് വിജയസാധ്യത പറയുന്നത്. കാസർഗോഡ് മണ്ഡലം CPM തന്നെ നിലനിർത്തുമെന്നാണ് സർവേ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. 34% പേർ CPMനെ പിന്തുണച്ചു. 33% പേരാണ് UDFനെ അവിടെ പിന്തുണയ്ക്കുന്നത്. അതേസമയം രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കുന്നത് തരംഗം ഉണ്ടാക്കില്ലെന്നാണ് സർവേ റിപ്പോർട്ടുകളൊക്കെ പറയുന്നത്. 64% പേർ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം ഗതി മാറ്റിയില്ലെന്ന് അഭിപ്രായപ്പെടുന്നുമുണ്ട്. മലപ്പുറവും പൊന്നാനിയും UDF തന്നെ കൈപ്പിടിയിൽ ഒതുക്കുമെന്നാണ് സർവേ പറയുന്നത്. മലപ്പുറത്ത് കുഞ്ഞാലിക്കുട്ടിക്ക് പാതിയിലേറെ ജനപിന്തുണയാണ് ലഭിച്ചത്. 52% അദ്ദേഹം വിജയിക്കുമെന്ന് പറയുന്നു. VP സാനുവിനെ 29% പിന്തുണയ്ക്കുന്നത്. അതേസമയം പൊന്നാനിയിൽ ET മുഹമ്മദ് ബഷീർ VP അൻവറിനെ തോൽപ്പിക്കുമെന്ന് സർവേ പറയുന്നു. ET മുഹമ്മദ് ബഷീർ വിജയിക്കുമെന്ന് 46% അഭിപ്രായപ്പെടുന്നത്. പാലക്കാട് LDF നിലനിർത്തുമെന്നാണ് സർവേയിൽ പങ്കെടുത്ത 37% പേരും പറയുന്നത്. എന്തായാലും സർവേ ഫലങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ അത് UDFനും BJPക്കും വളരെ പ്രതീക്ഷ നൽകുന്ന റിപ്പോർട്ടുകളാണ്. കാരണം 3 സീറ്റ് BJPക്ക് ഉറപ്പിക്കാം എന്ന മട്ടിലാണ് സ്വകാര്യ ചാനലിന്റെ കഴിഞ്ഞ ദിവസം എത്തിയ സർവേ റിപ്പോർട്ടുകൾ വരെ റിപ്പോർട്ട് ചെയ്യുന്നത്. UDF ഒരു വലിയ തിരിച്ചുവരവ് നടത്തുകയും ചെയ്യും. പക്ഷെ അപ്പോഴും രാഹുൽ ഗാന്ധിയുടെ വയനാട് സ്ഥാനാർത്ഥിത്വം അത്ര വലിയ തരംഗമൊന്നും ഉണ്ടാക്കില്ല എന്നുള്ള അഭിപ്രായ സർവേയാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. കാരണം രാഹുൽ ഗാന്ധി വയനാട് മത്സരിക്കണമെന്ന് ഒരേ സ്വരത്തിൽ കോൺഗ്രസ് ഐക്യകണ്ഠേന എടുത്ത തീരുമാനമാണ്. പക്ഷെ ആ തീരുമാനം അത്രത്തോളം ജനങ്ങൾ എത്തിപ്പെട്ടില്ല എന്നുള്ളതാണ് സർവേ ഫലങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തത്. കാരണം പ്രധാനമന്ത്രി സ്ഥാനം അലങ്കരിക്കാൻ പോകുന്ന അല്ലെങ്കിൽ പ്രധാനമന്ത്രി പദവിയിൽ വരെ എത്താൻ സാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് രാഹുൽ ഗാന്ധി. അങ്ങനെ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമ്പോൾ അത് കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് അല്ലെങ്കിൽ ദേശീയ തലത്തിൽ തന്നെ ഏറെ ശ്രദ്ധ നേടുന്ന ഒരു വിഷയം തന്നെയാണ്, അല്ലെങ്കിൽ ഒരു വാർത്ത തന്നെയായിരുന്നു. അതൊക്കെ സർവേ റിപ്പോർട്ടുകളൊക്കെ പറയുന്നു രാഹുൽ ഗാന്ധി വയനാട്ടിൽ എത്തുന്നത് വലിയ തരംഗമൊന്നും ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കുന്നില്ല. കോൺഗ്രസ്സുകാർക്കിടയിൽ വലിയ തരംഗമൊക്കെ അത് ഉണ്ടാക്കിയെങ്കിലും ജനങ്ങൾക്കിടയിൽ അത് സാധാരണഗതിയിൽ തന്നെയാണ് പോകുന്നത്. അതുകൊണ്ടൊന്നും കോൺഗ്രസിന് വലിയ മാറ്റമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. എങ്കിലും കോൺഗ്രസ് അല്ലെങ്കിൽ UDF ഇത്തവണ വിജയ പ്രതീക്ഷയിൽ തന്നെയാണ്. വിജയം അവർ ഉറപ്പിക്കുകയും ചെയ്യുമെന്ന് തന്നെയാണ് സർവേ റിപ്പോർട്ടുകളൊക്കെ വരുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.